ഹായ്, നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്ന C++ന്റെ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ കീബോർഡിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്യാരക്ടർ പ്രസ് ചെയ്യുമ്പോൾ ആ ക്യാരക്ടറിന് തുല്യമായ ആസ്കി കോഡ് സ്ക്രീനിൽ പ്രിന്റ് ചെയ്ത് വരണം. ഓക്കെ, കീബോർഡിൽ നിന്ന് ABCD എന്ന് തുടങ്ങിയ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ടൈപ്പ് ചെയ്യുമ്പോൾ അതിന് തുല്യമായ ആസ്കി കോഡ് എന്താണോ അത് നമ്മുടെ സ്ക്രീനിലേക്ക് വരണം. ഓക്കെ, ആ ചോദ്യം നമ്മൾ ഫസ്റ്റ് ലൈനിൽ തന്നെ എഴുതിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പഴയ പ്രോഗ്രാമിലൊക്കെ പറഞ്ഞതുപോലെ 2 സ്ലാഷസ് അവിടെ കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം ആ ചോദ്യം അവിടെ എഴുതിയിരിക്കുന്നു. കാരണം അതൊരു കമന്റ് ലൈനാണ്. ആ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യില്ല, നോൺ എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. അതോടൊപ്പം ഈ പ്രോഗ്രാം വായിക്കുന്ന വ്യക്തിക്ക് പ്രോഗ്രാമിന്റെ പർപ്പസ് എന്താണെന്ന് ഫസ്റ്റ് ലൈനിൽ തന്നെ മനസ്സിലാകും. അതിനുവേണ്ടിയാണ് പ്രോഗ്രാമിൽ ആദ്യത്തെ ലൈനിൽ തന്നെ കമന്റ് കൊടുത്ത് ആ പ്രോഗ്രാമിന്റെ ചോദ്യം എഴുതി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പ്രോഗ്രാമിലേക്ക് വരാം. പ്രോഗ്രാം തുടങ്ങുന്നത് എപ്പോഴും ഒരു പ്രീ പ്രോസസർ ഡയറക്റ്റീവിലാണ്. ഹാഷ് ഇൻക്ലൂഡ് എന്നുള്ള പ്രീ പ്രോസസർ ഡയറക്റ്റീവ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഉപയോഗിച്ച് IO സ്ട്രീം എന്ന് പറയുന്ന ഹെഡർ ഫയലിനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. IO സ്ട്രീം എന്ന് പറയുന്ന ഹെഡർ ഫയലിനകത്താണ് CIN, COUT തുടങ്ങിയ ഒബ്ജക്ട്സ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. CIN എന്നുള്ള ഒബ്ജക്റ്റ് കീബോർഡിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. COUT എന്നുള്ള ഒബ്ജക്റ്റ് നമ്മളുടെ കമ്പ്യൂട്ടറിന്റെ മോണിറ്ററിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒബ്ജക്റ്റ് ആണ്. അടുത്ത ലൈൻ യൂസിങ് നെയിം സ്പേസ് STD എന്നുള്ളതാണ്. ഇത് നെയിം സ്പേസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ STD എന്നുള്ള പേരിൽ ഒരു നെയിം സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നു. IO സ്ട്രീമിനകത്തുള്ള CIN, COUT ഒബ്ജക്ട്സുകളെ നമ്മളുടെ പ്രോഗ്രാമിന്റെ പാർട്ടായിട്ട് അറ്റാച്ച് ചെയ്ത് തരുന്നത് ഈ STD എന്ന പേരായ നെയിം സ്പേസ് വഴിയാണ്. അതിനുശേഷം നമ്മൾ ഇൻഡ് മെയിൻ എന്ന് എഴുതിയിരിക്കുന്നു. കാരണം C++ലെ പ്രോഗ്രാം എല്ലാം തന്നെ ഒന്നിലധികമോ ഫങ്ഷൻസിന്റെ കളക്ഷനാണ്. മിനിമം ഒരു ഫംഗ്ഷനെങ്കിലും എഴുതിയിട്ടുണ്ടാകണം. മിനിമം ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷന്റെ പേര് മെയിൻ എന്നായിരിക്കും. അപ്പോൾ മെയിൻ എന്ന പേരായ ഒരു ഫംഗ്ഷനെങ്കിലും നമ്മുടെ C++ പ്രോഗ്രാമിനകത്ത് ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് നിന്നാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ മെയിൻ ഫംഗ്ഷനകത്താണ് പ്രോഗ്രാം അവസാനിക്കുന്നത്. അതുകൊണ്ട് ഹെഡർ ഫയൽസും നെയിം സ്പേസും ഒക്കെ എഴുതി കഴിഞ്ഞാൽ മെയിൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. അതിന് ആദ്യം ഒരു ഡേറ്റ ടൈപ്പ് പറയണം. ഇൻഡ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് മെയിൻ എന്ന് എഴുതി കഴിഞ്ഞാൽ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ്, നോർമൽ ബ്രാക്കറ്റ്സ് അവിടെ കൊടുത്തിരിക്കണം. ഇനി അതിന്റെ പാർട്ട്, ഫംഗ്ഷന്റെ ബോഡി പാർട്ടാണ് ബാക്കി എഴുതിയിരിക്കുന്നത്. അത് ബ്രേസസിനകത്താണ് എഴുതിയിരിക്കുന്നത്. അതിനുള്ളിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് വലതുവശത്തേക്ക് നീക്കി വെക്കാം. ഇൻഡന്റേഷൻ ആണ്, നമുക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി. അപ്പം മെയിൻ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു, എവിടെയാണ് മെയിൻ ഫംഗ്ഷൻ അവസാനിക്കുന്നതെന്ന് ഇവിടെ നോക്കിയാൽ മനസ്സിലാകുകയും ചെയ്യും. ഇനി മെയിൻ ഫംഗ്ഷന്റെ ബോഡി പാർട്ടിനകത്ത് 2 വേരിയബിൾസ് ആണ് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഒരു ക്യാരക്ടർ വേരിയബിൾ ഉണ്ട്, ഒരു ഇന്റിജർ വേരിയബിൾ ഉണ്ട്. കാരണം നമ്മൾ കീബോർഡിൽ നിന്ന് ഇൻപുട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് ചാർ ഡാറ്റ ടൈപ്പിൽ ക്യാരക്ടർ സ്വീകരിക്കാൻ വേണ്ടി ചാർ ഡാറ്റ ടൈപ്പിൽ CS എന്ന് പറയുന്ന വേരിയബിൾ അവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ മെമ്മറിയിൽ ഒരു സെല്ല് ഈ CS എന്ന് പറയുന്ന വേരിയബിളിന് വേണ്ടി റിസർവ് ചെയ്യും. അടുത്തത് ഇതിന്റെ ആസ്കി കോഡ് എത്രയാണോ അത് സ്റ്റോർ ചെയ്യാനാണ് ആസ്ക് എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുത്തിരിക്കുന്നത്. ആസ്കി കോഡ് ഇന്റിജർ ആയതുകൊണ്ട് ആസ്ക് എന്നുള്ള വേരിയബിളിനെ ഇന്റിജർ ടൈപ്പിലേക്ക് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. ഇൻഡ് ആസ്ക്. അപ്പോൾ നമുക്ക് ഇൻപുട്ട് വരുന്നത് ഒരു ക്യാരക്ടറാണ്. അത് ചാർ ഡാറ്റ ടൈപ്പിൽ നമ്മൾ അവിടെ ഡിക്ലെയർ ചെയ്തു. ഇനി ആ ചാർ ഡാറ്റ ടൈപ്പിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ വേരിയബിളിനകത്ത് സ്റ്റോർ ആകുന്ന ക്യാരക്ടറിന്റെ ഇന്റിജർ ടൈപ്പിലുള്ള ആസ്കി കോഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ആസ്ക് എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുക്കുകയാണ്. അതിന്റെ ഡാറ്റ ടൈപ്പ് ഇന്റിജർ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നു. ഇപ്പൊ 2 വേരിയബിൾസ് അവിടെ ഡിക്ലെയർ ചെയ്തു. ഇനി നമുക്ക് യൂസറോട് ഒരു കാര്യം പറയാം, അല്ലെങ്കിൽ ഈ പ്രോഗ്രാം ഉപയോഗിക്കുന്ന വ്യക്തിയോട് ഒരു കാര്യം പറയാം. എന്താണ്? എൻ്റർ എ ക്യാരക്ടർ. ഒരു ക്യാരക്ടർ എൻ്റർ ചെയ്യണമെന്ന് പറയാം. ഇപ്പോൾ സ്ക്രീനിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. സ്ക്രീനിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചാണ്. അപ്പോൾ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് COUT എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഉപയോഗിച്ചാണ്. COUT എന്ന് പറയുന്ന ഒബ്ജക്റ്റ് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? സ്ക്രീനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഒരു ബൈനറി ഓപ്പറേറ്റർ ആണ്. അതിന് 2 കാര്യങ്ങൾ വേണം. ഒന്ന്, ഏത് മീഡിയമാണ് ഉപയോഗപ്പെടുത്തേണ്ടത്, പിന്നെ എന്താണ് അവിടെ
എഴുതേണ്ടത് എന്നുള്ള കാര്യം. അപ്പോൾ ആ ഔട്ട്പുട്ട് ഓപ്പറേറ്ററിനോട് ഒരു കാര്യം പറയുന്നു, ഒരു ഓപ്പറന്റ് പറയുന്നു അത് സ്ക്രീൻ ആണെന്ന്. രണ്ടാമത്തെ ഓപ്പറന്റ് നമ്മൾ അവിടെ ഡബിൾ കോട്ട്സിൽ കൊടുത്തിരിക്കുന്ന ഒരു സ്ട്രിംഗ് ആണ്. എന്താണ് സ്ട്രിംഗിൽ പറഞ്ഞിരിക്കുന്നത്? എൻ്റർ ദ ക്യാരക്ടർ. അപ്പോൾ എന്ത് സംഭവിക്കും? എൻ്റർ ദ ക്യാരക്ടർ എന്നുള്ള ആ സ്ട്രിംഗ് അതുപോലെ തന്നെ ഈ സി ഔട്ട് വെച്ച് സൂചിപ്പിക്കുന്ന ഔട്ട്പുട്ട് മീഡിയം ഏതാണ്? സ്ക്രീനാണ്, സ്ക്രീനിലേക്ക് വരും. ഓക്കെ, അപ്പൊ എൻ്റർ ദ ക്യാരക്ടർ എന്നുള്ളത് സ്ക്രീനിലേക്ക് അത് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ആ പ്രോഗ്രാം റൺ ചെയ്യുന്ന ആളുടെ മുന്നിൽ സ്ക്രീനിൽ മെസ്സേജ് വന്നു എൻ്റർ ദ ക്യാരക്ടർ. അപ്പോൾ അയാൾ ഒരു ക്യാരക്ടർ എൻട്രി ചെയ്യും, കീബോർഡിൽ നിന്ന് ഒരു ക്യാരക്ടർ എൻട്രി ചെയ്യും. അയാൾ എൻട്രി ചെയ്യുന്ന ക്യാരക്ടർ റിസീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് സഹായത്തോടുകൂടിയാണ് കീബോർഡിൽ നിന്ന് ഇൻപുട്ട് ചെയ്യുന്ന കാര്യങ്ങൾ സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റിന് വേണ്ടി നമ്മൾ ഇൻപുട്ട് ഓപ്പറേറ്റർ അവിടെ എഴുതി. ഇൻപുട്ട് ഓപ്പറേറ്ററിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഓരോ ഓപ്പറൻസ് വരണം. ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഓപ്പറന്റ് സി ഇൻ എന്നുള്ള ഒബ്ജക്റ്റ് ആണ്. സി ഇൻ എന്നുള്ള ഒബ്ജക്റ്റ് സൂചിപ്പിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കീബോർഡാണ്. ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കീബോർഡാണ്. അപ്പോൾ ആ കീബോർഡിൽ നിന്ന് വരുന്ന വാല്യൂ ആ ഇൻപുട്ട് ഓപ്പറേറ്ററിന്റെ വലതുവശത്ത് പറഞ്ഞിരിക്കുന്ന വേരിയബിൾ, ആ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുകയാണ്. വേരിയബിൾ ഇവിടെ സി എച്ച് ആണ് എടുത്തിരിക്കുന്നത്. അപ്പം കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ എവിടെയോ ഒരു മെമ്മറി സെല്ലിന് സി എച്ച് എന്ന ലേബൽ കൊടുത്തിരിക്കുകയാണ്. ആ മെമ്മറി സെല്ലിലേക്ക് കീബോർഡിൽ നിന്ന് വരുന്ന വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ നമുക്ക് ഇൻപുട്ട് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? അതിന്റെ ആസ്കി വാല്യൂ കണ്ടുപിടിക്കണം. ആസ്കി വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സി എച്ച് എന്ന് പറയുന്ന ആ വേരിയബിളിനകത്തുള്ള കണ്ടന്റ് അതൊരു ഇൻഡിജർ ടൈപ്പ് വേരിയബിളിലേക്ക് റൈറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, കോപ്പി ചെയ്യാൻ ശ്രമിക്കുകയാണ്. ക്യാരക്ടർ ടൈപ്പിലുള്ള വേരിയബിളിനകത്ത് ഇരിക്കുന്ന വാല്യൂവിനെ ഇൻഡിജർ ടൈപ്പിലുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? ക്യാരക്ടർ ടൈപ്പിലുള്ള വേരിയബിളിനകത്ത് ഒരു ക്യാരക്ടർ വന്നിരിപ്പുണ്ട്, എ എന്നോ ബി എന്നോ സി എന്നോ എന്തോ ആകാം. അതൊരു ഇൻഡിജറിലേക്ക് കൊടുക്കുമ്പോൾ ആ ക്യാരക്ടർ ഡേറ്റ ടൈപ്പിലുള്ള കണ്ടന്റിന്റെ ഇൻഡിജർ പാർട്ട് എന്ന് പറഞ്ഞാൽ അതിനൊരു ആസ്കി കോഡ് ഉണ്ട്, ഇൻഡിജർ വാല്യൂ ഉണ്ട്. അത് നേരെ ആസ്ക് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ആകും. സി എച്ച് ക്യാരക്ടർ ടൈപ്പിലാണ്, അവിടെ എ എന്നോ ബി എന്നോ സി എന്നോ ഒക്കെ കാണുള്ളൂ. പക്ഷെ അത് ഇൻഡിജർ ടൈപ്പായ ഒരു വേരിയബിളിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ അതിനകത്ത് ആസ്കി കോഡാണ് വരിക. എക്ക് തുല്യമായ ആസ്കി കോഡ് 65, അല്ലെ ബിക്ക് തുല്യമായ ആസ്കി കോഡ് 66. അങ്ങനെ ആസ്കി കോഡാണ് ഇങ്ങോട്ട് വരിക. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ക്യാരക്ടറിന്റെ ആസ്കി കിട്ടിക്കഴിഞ്ഞു. വേറെ ഫംഗ്ഷൻ ഒന്നും തന്നെ വേണ്ട. ഇനി അത് സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്യണം. സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് എഴുതുകയാണ്. ഇവിടെ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ പലതവണ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ പലതവണ ഒരു സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചാൽ അതിനെ വിളിക്കുന്ന പേര് കാസ്കേഡിംഗ് ഓഫ് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ആണെന്ന് പറയാറുണ്ട്. അതിൽ ഒരു തവണ മാത്രം സി ഔട്ട് ഉപയോഗിച്ചാൽ മതി. പിന്നെ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എഴുതും. അതിന്റെ വലതുവശത്ത് സി ഔട്ട് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് സൂചിപ്പിക്കുന്ന മോണിറ്ററിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യം, മോണിറ്ററിലേക്ക് വരാനുള്ള കാര്യം ഇവിടെ ഡബിൾ കോട്ട്സിലാണ് പറഞ്ഞിരിക്കുന്നത്. ഡബിൾ കോട്ട്സിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ആസ്കി ഓഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഡബിൾ കോട്ട്സിലായതുകൊണ്ട് സ്ക്രീനിലേക്ക് അതുപോലെ തന്നെ വരും, ആസ്കി ഓഫ് എന്ന് തന്നെ വരും. ഇനി വീണ്ടും ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ആണ്. കാസ്കേഡിംഗ് ആയതുകൊണ്ട് പിന്നെയും സി ഔട്ടിന്റെ ആവശ്യമില്ല. അതിന്റെ വലതുവശത്ത് സ്ക്രീനിലേക്ക് പോകാനുള്ള കാര്യം പറഞ്ഞാൽ മതി. ഔട്ട്പുട്ട് ഓപ്പറേറ്ററിന്റെ വലതുവശത്ത് സി എച്ച് എന്നാണ് എഴുതിയിരിക്കുന്നത്. സി എച്ച് എന്ന് എഴുതിയിരിക്കുന്നത് ഒരു വേരിയബിൾ ആണ്. ഇവിടെ അതിന് ഡബിൾ കോട്ട്സ് ഒന്നുമില്ല, അതൊരു വേരിയബിൾ ആണ്. ക്യാരക്ടർ ഡേറ്റ ടൈപ്പിലുള്ള വേരിയബിൾ ആണ് സി എച്ച്. ഇതിലേക്ക് നമ്മളൊരു വാല്യൂ ഇൻപുട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, സി ഇൻ സി എച്ച് എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ സി എച്ചിലേക്ക് വന്നിരിക്കുന്ന ആ വാല്യൂ ഇവിടെ പ്രിന്റ് ആകും. ഇവിടെ അത് മോണിറ്ററിലേക്ക് അത് റൈറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെയും ഔട്ട്പുട്ട് ഓപ്പറേറ്റർ വന്നിരിക്കുന്നു. അപ്പോൾ അതിന്റെ വലതുവശത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ വീണ്ടും സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ വലതുവശത്ത് ഡബിൾ കോട്ട്സിലാണ് കണ്ടന്റ് വന്നിരിക്കുന്നത്. ഡബിൾ കോട്ട്സിൽ ഒരു ഈക്വൽ സിമ്പിൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് ഈക്വൽ സിമ്പിൾ അതുപോലെ തന്നെ വരും. എന്ന് പറഞ്ഞാൽ ആസ്കി ഓഫ് എന്നുള്ളത് അതുപോലെ സ്ക്രീനിൽ വന്നു. അതിനുശേഷം നമ്മൾ ഇൻപുട്ട് ചെയ്ത ക്യാരക്ടർ എന്താണ് അത് സ്ക്രീനിൽ വരും. അത് കഴിഞ്ഞിട്ട് ഈക്വൽ സിമ്പിൾ വരും. പിന്നെയും ഔട്ട്പുട്ട് ഓപ്പറേറ്റർ അതിന്റെ വലതുവശത്ത് ഒരു വേരിയബിൾ ആണ് ആസ്ക്. ഇതാണ് ആസ്ക് എന്ന് പറഞ്ഞ വേരിയബിൾ. ഇതിന്റെ വാല്യൂ ആണ് അവിടെ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ആസ്ക് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് വന്നിരിക്കുന്നത് സി എച്ചിനകത്ത് ഉണ്ടായിരുന്ന ആ ക്യാരക്ടറിന്റെ ആസ്കി കോഡാണ്. ആ ആസ്കി കോഡ് ഇവിടെ സ്ക്രീനിലേക്ക് റൈറ്റ് ചെയ്യും. ഓക്കെ, ഇനി റിട്ടേൺ 0 എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മെയിൻ എന്ന് പറയുന്നത് ഏതൊരു ഫംഗ്ഷന്റെയും അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് റിട്ടേൺ 0 ആണ്. എന്ന് പറഞ്ഞാൽ
ആ ഫംഗ്ഷൻ അവസാനിച്ചു എന്ന് കമ്പൈലറിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് റിട്ടേൺ എന്ന് പറയുന്ന, റിട്ടേൺ 0 എന്നല്ല എപ്പോഴും പറയുന്നത്, റിട്ടേൺ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കുന്നത്. 0 എന്ന് പറയുന്നത് ഒരു വാല്യൂ ആണ്. ഓരോ ഫംഗ്ഷനും ഒപ്പം അതിന് പാസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടാകാം, എപ്പോഴും 0 ആയിരിക്കില്ല. ആ ഫംഗ്ഷൻ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഒരു വാല്യൂ അത് പാസ് ചെയ്യാൻ വേണ്ടിയാണ് റിട്ടേൺ ചെയ്യിക്കുന്നത്, റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എഴുതുന്നത്. തൽക്കാലം ഇപ്പം മനസ്സിലാക്കുക, ഫംഗ്ഷൻ നമ്മൾ അടുത്ത 1-2 ചാപ്റ്റർ കഴിഞ്ഞിട്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പഠിക്കുന്നത്. അന്നേരം നിങ്ങൾക്ക് ഒന്നുകൂടെ വ്യക്തത കിട്ടും. റിട്ടേൺ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കുന്നത് മെയിൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷന്റെ എൻഡിങ് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അതിനൊപ്പം കൊടുക്കുന്നത് എപ്പോഴും 0 ഒന്നും ആയിരിക്കില്ല, ഏതെങ്കിലുമൊക്കെ വാല്യൂ ഉണ്ടാകും. ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഏതെങ്കിലും ഒരു ടാസ്കിന് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ്. അവിടെ ഏതെങ്കിലും ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ റിസൾട്ട് ആയിരിക്കും അവിടെ എഴുതുന്നത്, റിട്ടേൺ കഴിഞ്ഞ് എഴുതുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാം എഴുതി, ഇതിനെ ഇനി ഒന്ന് സേവ് ചെയ്യാം. സേവ് ബട്ടൺ പ്രസ് ചെയ്തു, സേവ് ദ കറണ്ട് ഫയൽ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചു. അല്ലെങ്കിൽ ഫയലിനകത്ത് പോയിട്ട് സേവ് എന്നുള്ള ബട്ടൺ ഉപയോഗിക്കാമായിരുന്നു. അല്ലെങ്കിൽ Ctrl+S, ആ കൺട്രോളും എസ് എന്നുള്ള കീ കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്തും സേവ് ചെയ്യാം. ഇനി നമുക്കിതിനെ കമ്പൈൽ ചെയ്യണം. കമ്പൈൽ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യണം. അതിന് ബിൽഡ് എന്നുള്ള മെനുവിൽ വന്നിട്ട് അതിനുള്ളിൽ കമ്പൈൽ എന്ന് പറയുന്ന സബ് മെനു പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്യുമ്പോൾ കമ്പൈൽ ആകും. നോർമലി ഇവിടെ എറർ വരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി എന്ന് മെസ്സേജ് വന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും ബിൽഡിനകത്തുനിന്ന് ബിൽഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. അതും സക്സസ്ഫുള്ളി ഫിനിഷ്ഡ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. അത് ബിൽഡിനകത്ത് എക്സിക്യൂട്ട് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. F5 ആണ് ഷോർട്ട് കീ. അത് പ്രസ് ചെയ്യുക, നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മളോട് ഒരു ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി ചോദിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രോഗ്രാമിനകത്ത് നമ്മൾ ആദ്യത്തെ ലൈനിൽ പറഞ്ഞിരുന്നതാണ് എൻ്റർ ദ ക്യാരക്ടർ എന്നിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിരുന്നു. സി ഔട്ടിനൊപ്പം എൻ്റർ ദ ക്യാരക്ടർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിരുന്നു. അത് അതുപോലെ സ്ക്രീനിലേക്ക് വന്നു. അടുത്ത ലൈനിൽ CH ആണ്. അതായത് നമ്മൾ കീബോർഡിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്യാരക്ടർ ടൈപ്പ് ചെയ്താൽ ആ ക്യാരക്ടറിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയാണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് C എന്ന് എഴുതിയിരിക്കുന്നത്. കൊടുത്ത ക്യാരക്ടറിനെ എങ്ങോട്ട് സ്റ്റോർ ചെയ്യും? CHലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പൊ ഞാൻ K ടൈപ്പ് ചെയ്തു, എൻ്റർ അടിക്കുന്നു. എൻ്റർ അടിച്ചപ്പോൾ തന്നെ ഔട്ട്പുട്ട് വന്നു കഴിഞ്ഞു. ഔട്ട്പുട്ട് എന്താ വന്നത്? ASCII of K is equal to 107. ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്തത് ഈ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ആദ്യം ഇവിടെ ASCII of ഡബിൾ കോട്ട്സിൽ ഉണ്ടായിരുന്നു. അത് അതുപോലെ തന്നെ അവിടെ വന്നിട്ടുണ്ട്, ASCII of. കണ്ടില്ലേ? അത് കഴിഞ്ഞിട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ കഴിഞ്ഞ് CH എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ. ഔട്ട്പുട്ട് ഓപ്പറേറ്റർ കഴിഞ്ഞ് CHലേക്ക് ഏത് വാല്യൂ വന്നത്? K എന്നുള്ള വാല്യൂ ആണ് ഞാൻ കൊടുത്തത്. അപ്പോൾ CHന്റെ ഭാഗത്ത് K എന്നവിടെ എഴുതി. ഇനി CH കഴിഞ്ഞിട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ കഴിഞ്ഞ് ഡബിൾ കോട്ട്സിൽ ഈക്വൽ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. അത് അതുപോലെ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. K കഴിഞ്ഞ് അവിടെ ഈക്വൽ സിമ്പിൾ വന്നു, കണ്ടില്ലേ? ഇനി ഈക്വൽ സിമ്പിൾ കഴിഞ്ഞ് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ വലതുവശത്ത് ആസ്ക് എന്നുള്ള വേരിയബിളിന്റെ പേരാണ്. ആസ്ക് എന്നുള്ളത് വേരിയബിൾ ആണ്. ആസ്ക് എന്നുള്ള വേരിയബിളിലേക്ക് CHനെയാണ് അസൈൻ ചെയ്തത്. Kയുടെ ASCII കോഡ് ഇവിടെ വന്നിട്ടുണ്ടാകും. ആ വാല്യൂ ഇവിടെ പ്രിന്റ് ആയി വന്നു, കണ്ടില്ലേ? ASCII of K equal to 107. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ഔട്ട്പുട്ടിൽ ഇങ്ങനെ മാറി വന്നിരിക്കുന്നത്. ആവശ്യമായ വാല്യൂസ് ഒക്കെ ഇൻപുട്ട് ചെയ്ത് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നമ്മളിവിടെ ഒരു ക്യാരക്ടർ ഇൻപുട്ട് ചെയ്താൽ ആ ക്യാരക്ടറിന് തുല്യമായ ASCII കോഡ് ജനറേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് എഴുതിയത്. ഇനി അതേപോലെ ഡിജിറ്റ്സ് ഇൻപുട്ട് ചെയ്താൽ അതിന്റെ ASCII കോഡൊക്കെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അതിന്റെ ഒരു പ്രോഗ്രാം തനിയെ ചെയ്ത് നോക്കുക. ഓക്കെ.